ആൺമക്കൾ എന്ന സിനിമയെ പറ്റിയിട്ടാണ് റിവ്യൂ പറയുന്നത്. പലരും സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ സിനിമ കാണാത്തവരെ ഒരിക്കലും കാണാതെ പോകരുത് എന്ന നിർബന്ധത്തിൻ്റെ പുറത്താണ് ഈ റിവ്യൂ പറയുന്നത്. 2.5 മണിക്കൂറുള്ള ഒരു സിനിമയാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ. ഒരു നോവൽ വായിച്ച് തീർക്കുന്ന സുഖത്തോട് കൂടിയിട്ട് നമുക്ക് ആ സിനിമ ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ ഒരു മനസ്സിലൊരു സുഖം കിട്ടില്ലേ, അതുപോലെ ഈ സിനിമ കണ്ടു തീർക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2.5 മണിക്കൂറുള്ളൂ കേട്ടോ സിനിമ. 2.5 മണിക്കൂർ കൊണ്ട് അതിലെല്ലാ കഥാപാത്രങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒറ്റ കഥാപാത്രത്തെ പറ്റി നമുക്ക് കൺഫ്യൂഷൻ വരില്ല. എന്താ അവരങ്ങനെ ചെയ്യുന്നത്, എന്താ അവരിങ്ങനെ ചെയ്യുന്നത്, ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിക്കാണ് ആ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സദാചാരത്തിൻ്റെ ബോധത്തോടു കൂടി നോക്കാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, ചിലവർക്ക് സദാചാര ബോധമുള്ളവർക്ക്. പക്ഷേ അതിലേക്കൊന്നും തൻ്റെ കഥാപാത്രങ്ങളെ വിട്ടുകൊടുക്കാൻ സംവിധായകൻ തയ്യാറായില്ല. ഇങ്ങനെയാണ് ചില ബന്ധങ്ങളൊക്കെ, ഇങ്ങനെയാണ് ചില ബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അത് ചിലപ്പോൾ നിലനിൽക്കും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ എല്ലാവർക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നമ്മൾ ഒരു ഡയലോഗില്ലാതെ ഒരു സ്ക്രീനിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൽ മിക്ക കഥാപാത്രങ്ങളും, ജോജു ജോർജ് ആണെങ്കിൽ കുറച്ച് ഡയലോഗുകളേ ഉള്ളൂ 2.5 മണിക്കൂർ സിനിമയിൽ. പക്ഷേ സംസാരം ഡയലോഗുകളൊന്നും ഇല്ലാതെ സ്ക്രീനിൽ നിന്ന് നിറഞ്ഞാടുക എന്നാണ് പറയുന്നത്. ജോജു ജോർജ് മാത്രമല്ല, എല്ലാവരും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയിലെ പ്രകൃതി, അതിൽ കാണിക്കുന്ന വീടുകൾ, അവർ സംസാരിക്കാൻ പോയിരിക്കുന്ന കുളം, പിന്നെ ഒരു വെടിക്കെട്ട് കാണാൻ പോയിരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ പോയിട്ട് എന്തായാലും പ്രേമിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥലമൊക്കെ അവതരിപ്പിച്ച്, അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവതരിപ്പിച്ച് മനുഷ്യബന്ധങ്ങളുടെ, അതുപോലെ തന്നെ അവസാനം ഒരു മഴ കാണിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ മനുഷ്യബന്ധങ്ങളുടെ ഒരു അടുപ്പമോ അല്ലെങ്കിൽ നീങ്ങി നിൽക്കലോ ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. കാണാത്തവർ കാണുക. നല്ല അടിപൊളി സിനിമയാണ് നാരായണിയുടെ 3 ആൺമക്കൾ.